ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ടാറ്റ പഞ്ച് EVയുടെ സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഇപ്പോൾ 7600 കിലോമീറ്ററോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് നമുക്ക് ഫുള്ള് ഫ്രീ ആണ്, ഒരു ക്യാഷും നമ്മുടെ കയ്യിൽ നിന്ന് കമ്പനി വാങ്ങിച്ചിട്ടില്ല. എന്നാൽ സെക്കൻഡ് സർവീസ് ഫ്രീ ആണെങ്കിലും അതിൽ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ച് എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് എമൗണ്ട് വന്നിട്ടുള്ളത് ഈ 7500 കിലോമീറ്ററിലുള്ള സർവീസിൽ എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അതിന് കൂടെ തന്നെ നമുക്കിതുവരെ കിട്ടിയ വണ്ടിയുടെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നത്. നമ്മളൊരു ലോങ് ട്രിപ്പ് പോയ സമയത്താണ് വണ്ടിയുടെ യാത്രാസുഖത്തെക്കുറിച്ചൊക്കെ ഒന്നുകൂടി നമുക്ക് ഡീപ്പായിട്ട് നോക്കാൻ പറ്റിയത്. നല്ല യാത്രാസുഖമുള്ള വണ്ടിയാണ് ഇലക്ട്രിക് വെഹിക്കിൾസ്. എല്ലാ ഇലക്ട്രിക് വെഹിക്കിൾസും ഇതുപോലെ നല്ല യാത്രാസുഖമാണെന്നാണ് ഞാൻ പൊതുവേ കേട്ടറിഞ്ഞിട്ടുള്ളത്. അത് ഈ വണ്ടി അങ്ങനെ തന്നെയാണ്. നല്ല പെർഫോമൻസും ഉണ്ട്. അതായത് ഒരു പെട്രോൾ ഡീസൽ വണ്ടി ഈ സെഗ്മെൻറ്റിൽ നൽകുന്നതിനേക്കാളും ഉഷാറായിട്ടുള്ള ഒരു പെർഫോമൻസ്, പുള്ളിങ്, അതുപോലെ തന്നെ നമുക്ക് RPM, ടോർക്ക് എല്ലാതും വളരെ ഹൈ ആണ് ഈ വണ്ടിയുടെ. അത് നമ്മൾ ഓല ഇലക്ട്രിക്കിൻ്റെ സ്കൂട്ടർ യൂസ് ചെയ്ത സമയത്തും നമുക്ക് ഇതുപോലെ തന്നെയായിരുന്നു. സാധാ സ്കൂട്ടറിൻ്റെ പോലെ അല്ല, ഒരു വലിയ ഡ്യൂക്ക് പോലുള്ള വലിയ വണ്ടികൾ നമ്മൾ ഓടിക്കുന്ന ആ ഒരു പവറും കാര്യങ്ങളും സ്കൂട്ടറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഇലക്ട്രിക് കാറിൻ്റെയും അവസ്ഥ. ഭയങ്കര പവറാണ് ഈ വണ്ടി. പിന്നെ യാത്രാസുഖത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് തന്നെ എൻജിൻ്റെ നോയ്സോ അല്ലെങ്കിൽ ഉള്ളിലോട്ടുള്ള വൈബ്രേഷനോ അങ്ങനെ ഒന്നുമില്ല. നമ്മളൊരു 70, 80, 90 പോകുമ്പോഴും ഒരു വൈബ്രേഷനും ഇല്ലാതെ 70-ലാണോ 80-ലാണോ 90-ലാണോ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഒട്ടും അറിയില്ല. അതായത് ഗ്ലാസ്സൊക്കെ ഫുള്ള് മുകളിലോട്ടിട്ട് നമ്മൾ AC ഇട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി വെറും 40-50 പോകുക എന്നുള്ള ഒരു ഫീലിംഗേ ഉള്ളിലോട്ടുണ്ടാവുകയുള്ളൂ. മീറ്ററിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്തായിരിക്കും വണ്ടി 90, 100 എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്നത്. പിന്നെ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്, 80 കിലോമീറ്റർ കഴിഞ്ഞാൽ സ്പീഡ് ഓവർ ആയിട്ടുണ്ട് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ സൗണ്ട് വരും. അപ്പോഴും നമുക്കറിയാം ഇത് 80 ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അല്ലാതെ നമുക്ക് ഫീൽ ചെയ്തിട്ട് ഒരിക്കലും അറിയില്ല ഈ വണ്ടി ഇത്രയും സ്പീഡിലാണ് പോകുന്നത് എന്നുള്ളത്. പിന്നെ ഇത്രയും ലോങ് ഞാൻ കോട്ടയം, അതേപോലെ രാമേശ്വരം, ഈ പറഞ്ഞ ഭാഗത്തൂടെയൊക്കെ ഈ വണ്ടി സിംഗിൾ ആയത് ഞാൻ ഒറ്റക്കാണ് ഡ്രൈവ് ചെയ്തിട്ടുള്ളത്. തിരിച്ച് വന്നിട്ടും എനിക്കൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ക്ഷീണോ അങ്ങനത്തെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അത് വണ്ടിയിൽ യാത്ര ചെയ്ത ആൾക്കാർക്കും അതുപോലെ തന്നെയാണ്. അവർ സുഖസുന്ദരമായിട്ട് വണ്ടിയിൽ കടന്നുറങ്ങലും കാര്യങ്ങളും ഒന്നും അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഒരു ബോഡി പെയിനോ അങ്ങനത്തെ ഒന്നും ഇല്ല. അത്രയും സുഖമായിട്ടുള്ളൊരു വണ്ടിയാണ് ഈ ഇലക്ട്രിക് വെഹിക്കിൾസ്. ഇനി വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ്സ് ഒരുപാടുണ്ട്. അതായത് നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് ഒരു 4000 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ വണ്ടിയുടെ വയറിംഗ് ഹാർനസ് പോയി. ഈ വയറിംഗ് ഹാർനസ് എന്ന് പറയുന്നത് ഒരു വയറിംഗ് കിറ്റാണ് ഫ്രണ്ടിൽ വരുന്നത്. ഇത് എങ്ങനെയാണ് പോയതെന്നുള്ളത് എനിക്കറിയില്ല. ഇതിൽ വൈപ്പർ ഇഷ്യൂ ആയിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. വൈപ്പർ വർക്ക് ചെയ്യാതെ വന്നു. അപ്പോൾ നമ്മൾ കമ്പനിയിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് അവർ ആ കാര്യം ഡിറ്റക്റ്റ് ചെയ്യാൻ തന്നെ ഏകദേശം ഒരു 3-4 ദിവസം എടുത്തു എന്താണ് സംഭവം എന്നുള്ളത് തിരിച്ചറിയാൻ. അത് തിരിച്ചറിഞ്ഞതിന് ശേഷം അവരത് മാറ്റി തരാൻ ആ പാർട്ട് അവർക്ക് ഓർഡർ ചെയ്തിട്ട് എത്താൻ ചുരുങ്ങിയതൊരു 6-7 ദിവസം എടുത്തിട്ടുണ്ട്. പിന്നെ ആ പാർട്സ് വന്ന് കമ്പനിയിൽ നിന്ന് നമുക്കത് റീപ്ലേസ് ചെയ്ത് തരാം. ആ റീപ്ലേസ് ചെയ്യാനും നമുക്ക് ഏകദേശം ഒരു 5-6 ദിവസം എടുത്തിട്ടുണ്ട്. കംപ്ലയിൻ്റ് എന്താ തിരിച്ചറിയാൻ 4 ദിവസം എടുത്തുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ പ്രൊഡക്റ്റ് അവർക്ക് ഓർഡർ ചെയ്തിട്ട് എത്താൻ ഏകദേശം 7 ദിവസം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കമ്പനിയിൽ പറഞ്ഞു, എനിക്കെന്നാ വണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്, എനിക്ക് തിരിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും, അല്ലെങ്കിൽ എനിക്കൊരു ലോണേ കാർ നിങ്ങൾ അവൈലബിൾ ആക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ലോണേ കാർ ഞങ്ങൾ ഫെസിലിറ്റി നോക്കാമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തിങ്കളാഴ്ച ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വിളിച്ചറിയിക്കാം ഈ വണ്ടി തന്നെ തിരിച്ചു തരാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മാഡത്തിനോട് CRM ഡയറക്ടറോടൊക്കെ സംസാരിച്ചിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തിങ്കളാഴ്ച വിളിച്ചിട്ട് അവരെൻ്റെ അടുത്ത് പറയുന്നത് ലോണേ കാർ അവൈലബിലിറ്റി ഇല്ല, നിങ്ങൾക്ക് നിങ്ങളെ വണ്ടി തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വണ്ടി അവിടെ നിന്ന് എടുത്ത് പോരുക ചെയ്തത്. അതിനുശേഷമാണ് ഓൾ കേരള വെഹിക്കിൾ അസോസിയേഷൻ ഗ്രൂപ്പായിട്ടുള്ള EVOK ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അവരൊക്കെ പറഞ്ഞത് 4 ദിവസം നിങ്ങളവിടെ വണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ 48 മണിക്കൂറിന് ശേഷം ഓരോ ദിവസത്തേക്കും ഇവർ നമുക്ക് 1200 രൂപ ഫ്യൂവൽ ചാർജ് നൽകാൻ ടാറ്റ എന്ന് പറയുന്ന കമ്പനി ബാധ്യസ്ഥരാണ്. അങ്ങനത്തെ ഒരു വ്യവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം നമ്മുടെ സ്പെയർ പാർട്സൊക്കെ വന്നിട്ട് അവിടെ കൊണ്ടുപോയി ഇടുന്ന സമയത്ത് ഈ കാര്യം ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ളതിൽ പോയി അവതരിപ്പിച്ച സമയത്ത് അവരെൻ്റെ അടുത്ത് പറയുന്നത്, നിങ്ങളൊരു യൂട്യൂബിൽ ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് വല്ലാതെ റീച്ചൊക്കെ ആയിട്ടുണ്ട്, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടോളൂ. അപ്പോൾ ആ വീഡിയോ അവർക്ക് തീരെ ഇഷ്ടമായിട്ടില്ല, ടാറ്റയ്ക്കാണ് ഇഷ്ടമാവാത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ 1200 രൂപ സാങ്ഷൻ ചെയ്യണത് മിക്കവാറും പെൻഡിങ്ങിലാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാണ്.
എന്തായാലും ഇനി ഈ വണ്ടി നമുക്ക് നേരാക്കാണ്ടല്ലോ. അപ്പോൾ ഈ സ്പെയർ പാർട്സ് മാറ്റാൻ ഇനിയും ഒരാഴ്ച നിർത്തുമല്ലോ, അതിൻ്റെ എമൗണ്ടിലും എനിക്ക് നിങ്ങൾ തരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് ആലോചിക്കാം. ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ പേരിൽ ഞങ്ങൾ ഇത് അവൈലബിൾ ആക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. മിക്കവാറും ആ വീഡിയോ തന്നെയാണ് നിങ്ങളെ പ്രശ്നം വരാനുള്ള സാധ്യത എന്ന് വീണ്ടും എന്നോടൊന്ന് സൂചിപ്പിച്ചു. നമ്മൾ വണ്ടി അവിടെ നിർത്തേണ്ട സമയത്ത് ഇവർ 7 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടിയൊക്കെ ശരിയാക്കി തരുന്ന സമയത്ത് ഞാൻ ഈ കാര്യം അവരോട് പറഞ്ഞു. എൻ്റെ എമൗണ്ട് ഈ 7 ദിവസത്തെയും പിന്നെ മുന്നേ നിർത്തിയ 4 ദിവസത്തെയും എനിക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ടിക്കറ്റ് ഓണാക്കിയ വണ്ടി, അതായത് CRMനോട് നമ്മൾ സംസാരിക്കണം. CRMനോട് പറയാണ്, ടിക്കറ്റ് ഓണാക്കിയ വണ്ടി 4 ദിവസം അവിടെ നിർത്തിയിട്ട് ടിക്കറ്റ് ഓണാക്കിയ വണ്ടി നിങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ട് വണ്ടി ഇവിടെ നിർത്തി കൊണ്ടുപോയി. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഈ എമൗണ്ട് അവൈലബിൾ ആക്കാനുള്ള സാധ്യത ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 7 ദിവസം വണ്ടി ഇവിടെ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്, ആ എമൗണ്ടേലും നിങ്ങൾ തരണം. അപ്പോഴും അവർ പറയുന്നത്, യൂട്യൂബിൽ നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ടാറ്റ നിങ്ങൾക്ക് ഈ എമൗണ്ട് റിജക്റ്റ് ആക്കിയിട്ടുള്ളതെന്ന് പറയായിരുന്നു. അതാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ടാറ്റയെ കുറിച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ വീഡിയോയിലിടും. അത് ഇന്നത്തെ കാലത്ത് ഏതൊരു പൗരൻ്റെയോ അവകാശമാണെന്ന് ഞാനും അവിടെ വാദിക്കുകയായിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് പോകുന്നതിൻ്റെ ശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത കംപ്ലയിൻറ്റ് വന്നു, റിവേഴ്സ് ക്യാം വർക്ക് ചെയ്യുന്നില്ല. റിവേഴ്സ് ക്യാമിൻ്റെ കംപ്ലയിൻറ്റ് അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോഴും അവർ പറഞ്ഞു അതിൻ്റെ ഹെഡ് യൂണിറ്റ് അങ്ങനെ എന്തോ പോയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റാനും ഏകദേശം ഇതുപോലെ അവർക്ക് സാധനം ഓർഡർ ചെയ്ത് വരാനൊരു 7 ദിവസത്തോളം എടുക്കും. നിങ്ങൾ വണ്ടി കൊണ്ടുപോയിക്കോളൂ, ആ 7 ദിവസം കഴിഞ്ഞിട്ട് സാധനം എത്തുമ്പോൾ നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെ തിരിച്ചു വിടുക ചെയ്തത്. ആ തിരിച്ചു വിടുന്ന സമയത്ത് അവർ വണ്ടി ചെക്ക് ചെയ്യാനാണല്ലോ അവിടെ കൊണ്ടുപോയി നിർത്തി കൊടുത്തത്. അതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊന്നും പിന്നീട് വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വണ്ടിയുടെ റിവേഴ്സ് ക്യാമാണ് അവർ ബാക്കിൽ നോക്കിയിട്ടുള്ളത്. ആ ഡിക്കിയുടെ ബാക്കിലുള്ള ഒരു പാഡ് ഉണ്ട്, അതൊക്കെ ഊരിയിട്ടിട്ട് അതൊന്ന് തിരിച്ചൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. വീട്ടിൽ വണ്ടി വന്നത് നമ്മൾ നോക്കുന്ന സമയത്താണ് വണ്ടിയുടെ ഉള്ളിലുള്ള ആ പാഡൊക്കെ അവർ വലിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ ഞാനാണ് പിന്നെ തിരിച്ച് സെറ്റ് ചെയ്ത് വെച്ചത്. അതായത് അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതാണല്ലോ നമുക്കതിന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മളെ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിൽ ഫുള്ള് സ്ക്രൂകളാണ്, അത് എവിടെ നിന്നൊക്കെ ഊരിയതാണെന്നുള്ളത് അറിയില്ല. അത് പിന്നീട് ഞാൻ കമ്പനിയിൽ സംസാരിച്ചപ്പോൾ, സെക്കൻഡ് സർവീസിന് പോയപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏതെങ്കിലും ഒരു പാർട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അവർ സ്ക്രൂ ഊരിയിട്ടുണ്ടെങ്കിൽ ആ സ്ക്രൂ അതിൻ്റെ കൂടെ പോകും, പിന്നെ പുതിയ സ്ക്രൂ ഇടുക. അപ്പോൾ ആ സ്ക്രൂ ഇങ്ങനെ എക്സ്ട്രാ വരുന്നതാണെന്ന് പറഞ്ഞു. എന്തോ ആയിക്കോട്ടെ, അത് അവർക്ക് അവിടെ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ഡാഷ് ബോർഡിൽ വെക്കുക, എന്തെങ്കിലുമൊക്കെ അല്ലേ ചെയ്യേണ്ടത്. ഇത് ഇങ്ങനെ ഡ്രൈവറിൻ്റെ ഡ്രൈവർ സീറ്റിൽ അതിങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതൊക്കെയാണ് ഇവരുടെ പ്രോബ്ലം. ടെക്നീഷ്യന് വീണ്ടും വണ്ടി എടുത്ത് കൊണ്ടുപോയി അതിനെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ലിങ്ക് ഇടാം. ഓട്ടോമാറ്റിക്കായിട്ട് അത് പിന്നീട് അങ്ങോട്ട് ശരിയാവുക ചെയ്തത്. അപ്പോൾ ടെക്നീഷ്യൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി ഈ ഇഷ്യൂ ഇനിയും വരാൻ സാധ്യത ഉണ്ട്, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കൊണ്ടുവരൂ, ആ ഹാർഡ്വെയർ അവർ ഓർഡർ ചെയ്ത് വരുന്നുണ്ടല്ലോ ഒരാഴ്ച കഴിഞ്ഞിട്ട്, നമുക്ക് റീപ്ലേസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ഹാർഡ്വെയർ അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ടോ ഒന്നും എനിക്ക് പിന്നീട് ഫോൺ വന്നിട്ടില്ല. ഇവരൊക്കെ എൻ്റെ വീഡിയോ ഇരുന്ന് കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ കംപ്ലയിൻറ്റ് പൂർണ്ണമായിട്ട് ശരിയായിട്ടുണ്ട്, പിന്നീട് ആ കംപ്ലയിൻറ്റ് എനിക്ക് വന്നിട്ടേ ഇല്ല. ഇങ്ങനെയുള്ള സർവീസുകളാണെങ്കിലും നോർമൽ സർവീസുകളാണെങ്കിലും 4 ദിവസം കഴിഞ്ഞാൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു സർവേ കോൾ നമുക്ക് വരും. ആ സർവേ കോൾ വന്ന സമയത്ത് ഞാൻ എൻ്റെ എല്ലാ മോശപ്പെട്ട അനുഭവങ്ങളും അവരുടെ അടുത്ത് പങ്കുവെച്ചു. അവരുടെ ഞാൻ ഈ കാര്യവും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 1200 രൂപ വെച്ച് കിട്ടുമെന്ന് പറഞ്ഞ ഈ സംഭവം എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു യൂട്യൂബിൻ്റെ വീഡിയോ കാരണവും അതുപോലെ തന്നെ ടിക്കറ്റ് ഓണാക്കിയ വണ്ടി നമ്മൾ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് ഡീലർ ഇത് റിജക്റ്റ് ചെയ്തിട്ടുള്ളത്. ഡീലറാണോ ടാറ്റയാണോ റിജക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇതിനെക്കുറിച്ചൊരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾ നടത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ഇതേ മാഡം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് നമ്മൾ KVRലുള്ള CRMനെയും നമ്മളും നിങ്ങളും കൂടെ ഇരുന്നിട്ട് ഒരു കോൺഫറൻസ് കോൾ ചെയ്യും, അതിലൂടെ നമുക്ക് കാര്യങ്ങളൊക്കെ സൊല്യൂഷൻ കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോള് സംഭവിച്ചു. ആ കോൺഫറൻസ് കോളിലും CRMൻ്റെ അപ്രോച്ച് കറക്റ്റ് ആയിരുന്നില്ല. അവർ പറഞ്ഞത്, നിങ്ങൾ ഈ വണ്ടി ടിക്കറ്റ് ഓണാക്കിയ വണ്ടി എടുത്തു പോയത് കൊണ്ടാണ് റിജക്റ്റ് ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ എൻ്റെ അവകാശമാണ്. പിന്നെ വണ്ടി ടിക്കറ്റ് ഓണാക്കിയ വണ്ടി അവിടെ നിന്ന് എടുത്തു പോരുന്ന സമയത്ത് നിങ്ങളാണ് പറയേണ്ടത്. എനിക്കിങ്ങനെ എമൗണ്ട് നിഷേധിക്കുമെങ്കിൽ അത് നിങ്ങൾ പറയേണ്ടതാണ്. നിങ്ങൾ തന്നെ പറഞ്ഞത് വണ്ടി എടുത്ത് കൊണ്ടുപോയിക്കോ എന്നുള്ളത്. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മളൊരു കമ്പനി നടത്തുകയല്ല, നമ്മൾ കമ്പനികളിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും ഒരു കസ്റ്റമറിന് അറിയില്ല, അത് നിങ്ങൾ പറഞ്ഞു തരണം, നമുക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ആ മേഡം ഇരുന്ന് കേൾക്കുന്നുണ്ടാവാം. എങ്ങനെയൊക്കെയോ അവരെന്നോട് പറഞ്ഞു, ഓക്കെ നമുക്കിത് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ഡയറക്ടർ ആയിട്ടുള്ള KVRൻ്റെ സാറോട്ട് നമ്മൾക്ക് കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ നമ്പർ തന്നു. അതായിരുന്നു നിഷാം സാർ എന്ന് പറയുന്ന സാറ്. ആ സാറ് പിന്നീട് എനിക്ക് വിളിച്ചിട്ട് വളരെ സൗമ്യമായിട്ട്
അതായത് ഈ CRMൻ്റെ പോലെ ഒന്നും അല്ല. അങ്ങനെ ആവണം ഒരു കസ്റ്റമറിനെ നമ്മൾ ഡീൽ ചെയ്യാൻ. അത്രയും നല്ല സൗമ്യമായിട്ടാണ് ആ സാറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത്. എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് ഞങ്ങൾ ചെയ്തു തരേണ്ടത്, എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊന്നും ചെയ്തു തരണ്ട, എനിക്കൊരു എമൗണ്ട് കിട്ടാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് നടന്നത്. എനിക്ക് ഇനി ആ എമൗണ്ട് തന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയും നമുക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് സർവീസും കാര്യങ്ങളൊക്കെ പോകേണ്ടതാണ്. അപ്പോൾ ഒരു കസ്റ്റമറിനെ ഡീൽ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് നല്ല ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ സംസാരിക്കുക. അപ്പോൾ ആ CRM എന്നോട് സംസാരിച്ചതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവിടുത്തെ സെയിൽസ് സർവീസിൽ നിൽക്കുന്ന ആൾക്കാർ സംസാരിച്ചതും നമുക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഈ സംസാരിക്കുന്ന പോലെ നല്ലതിലേക്ക് ഡീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന്. അപ്പോൾ സാറ് പറഞ്ഞു, അല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ബെനിഫിറ്റ് ഉണ്ട്, ആ ബെനിഫിറ്റ് ഞങ്ങൾ തരും. ഇതിപ്പോൾ ആ വീഡിയോയുടെ കാരണം കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഈ എമൗണ്ട് നിഷേധിച്ചിട്ടുള്ളത്. ടാറ്റ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തായാലും സാറെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബെനിഫിറ്റ് ഞങ്ങൾ നൽകാൻ തയ്യാറാണ്. വല്ല ടഫ്ലോൺ കോട്ടിങ്ങോ അണ്ടർ ബോഡി കോട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആനുകൂല്യം ഞങ്ങൾ തരുമെന്ന് പറഞ്ഞിട്ടാണ് ആ സാറ് ഫോൺ വെച്ചത്. എന്തായാലും സെക്കൻഡ് സർവീസ് വരുമ്പോൾ സാർ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് വേണം ഇവിടെ വരാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയുടെ വാറൻറ്റി കമ്പനിയിൽ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്നത് 8 വർഷമോ അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററോ. ഇതിലേതാണ് ആദ്യം അച്ചീവ് ചെയ്യണത് അതിനനുസരിച്ചിരിക്കും വാറൻറ്റി. അത് മാത്രമല്ലല്ലോ ഒരു വണ്ടി, ഒരു ബാറ്ററി മോട്ടറും മാത്രമല്ലല്ലോ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാർട്സ്. ഇപ്പോൾ ഈ വയറിംഗ് ഹാർനസ്, അല്ലെങ്കിൽ റിവേഴ്സ് ക്യാമറ, അതുപോലെ ഒരുപാട് വണ്ടിക്ക് ഇനിയും പാർട്സ് ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ വാറൻറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 വർഷമോ അല്ലെങ്കിൽ 1,25,000 കിലോമീറ്ററോ, ഇതിലേതാണോ ഫസ്റ്റ് അച്ചീവ് ചെയ്യുക അതിനനുസരിച്ചിരിക്കും നമ്മുടെ വണ്ടിയുടെ വാറൻറ്റി. നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ അസോസിയേഷൻ്റെ ഗ്രൂപ്പിലുള്ള ചർച്ചയിൽ നിന്നാണ് മനസ്സിലാക്കി എടുത്തിട്ടുള്ളത്. ഇതിന് വാറൻറ്റി എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കമ്പനിയിൽ നിന്ന് നമുക്ക് ആരും വിളിച്ചിട്ട് ഇങ്ങനെ വാറൻറ്റി എക്സ്റ്റൻഷൻ്റെ പാക്കേജിനെ കുറിച്ചിട്ട് ക്യാൻവാസ് ചെയ്യാനോ ഒന്നിനും വിളിച്ചിട്ടില്ല. സാധാരണ പല കമ്പനികളൊന്നും അങ്ങനെ പല ക്യാൻവാസിങ്ങിനും വിളിക്കാറുണ്ട്. ഈ കമ്പനിയിൽ നിന്ന് അങ്ങനെ ഒരു കോൾ എനിക്ക് വന്നിട്ടില്ല. 1 വർഷത്തേക്ക് വേണമെങ്കിൽ നമുക്ക് വാറൻറ്റി എക്സ്റ്റെൻഡ് ചെയ്യാം, 2 വർഷത്തേക്ക് വാറൻറ്റി എക്സ്റ്റെൻഡ് ചെയ്യാം, പല പാക്കേജുകളാണ്. നമുക്ക് 3 വർഷമാണ് ഏറ്റവും മാക്സിമം വാറൻറ്റി ഈ മറ്റുള്ള പാർട്സിന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുക. 3 വർഷമോ അല്ലെങ്കിൽ 1,25,000 കിലോമീറ്റർ എന്നുള്ളത് ടോപ്പപ്പ് ചെയ്ത് 1,60,000 കിലോമീറ്ററും നമുക്ക് കിട്ടും. അത് നിലവിലുള്ള വാറൻറ്റിയുടെ കൂടെ ഒരു 3 വർഷവും ടോട്ടൽ നമുക്ക് കിലോമീറ്റർ 1,60,000 കിലോമീറ്റർ, അതൊരു 35,000 കിലോമീറ്റർ കൂടി എക്സ്ട്രാ കയറും. അതാണ് ഈ വാറൻറ്റി കൊണ്ടുള്ള ഗുണം. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് ഈ വാറൻറ്റി ബെനിഫിറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത്രയും കിലോമീറ്റർ നമ്മൾ അത്രയും നല്ല കഷ്ടപ്പെട്ട് ഓടിയാൽ തന്നെ ഉള്ളൂ നമുക്ക് 6 വർഷം കൊണ്ട് നമുക്ക് കിലോമീറ്റർ അച്ചീവ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊരു നല്ലൊരു ബെനിഫിറ്റായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. 3 വർഷം കഴിഞ്ഞിട്ട് ഒരു 3 വർഷം വാറൻറ്റി കിട്ടുക എന്നുള്ളത്. അതിന് എത്ര എമൗണ്ട് നോക്കിയ സമയത്താണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു പാക്കേജുകളാണ്. അതായത് വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ വാറൻറ്റി എടുക്കുകയായിരുന്നെങ്കിൽ നമുക്ക് 49,500 ഇത് കിട്ടിയിരുന്നു. ഒരു 60 അതോ 90 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ചുകൂടി എമൗണ്ട് കൂടും. അതായത് 53,000 54,000 രൂപ വരും. പിന്നീട് കുറച്ചുകൂടി ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ദിവസക്കണക്കാണ്, വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കിയതിനുള്ള ദിവസക്കണക്കാണ്. നമ്മളിങ്ങനെ വൈകിക്കും തോറും ആ വാറൻറ്റിയുടെ റേറ്റ് ഇങ്ങനെ കൂടി പോകും. അത് 70,000 വരെയൊക്കെ ചെല്ലുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരേ പാക്കേജ് അതിൽ നമ്മൾ ഡിസിഷൻ എടുക്കാൻ വൈകിക്കഴിഞ്ഞാൽ എമൗണ്ട് ഇങ്ങനെ കൂടി പോകും. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഈ ഓണത്തിൻ്റെ ഓഫറോ അങ്ങനെ പല ഓഫറുകളായിട്ടൊക്കെ ഈ വാറൻറ്റിയുടെ കാര്യങ്ങളിൽ ഇങ്ങനെ എമൗണ്ട് കുറച്ച് വന്നിരുന്നു. ഞാൻ വണ്ടി എടുത്തിട്ട് ഏകദേശം 3 മാസം കഴിഞ്ഞിട്ടാണ് ഈ കാര്യത്തെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഇതിനൊക്കെ എൻ്റെ 54,000 രൂപയോളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഓഫർ ഉണ്ട്. വണ്ടി എടുക്കുന്ന സമയത്ത് 49,500 നമുക്ക് ഈ 3 വർഷത്തെ വാറൻറ്റി കിട്ടുക. അത് നിങ്ങൾക്ക് ഇപ്പോൾ വന്നാലും കിട്ടുമെന്ന് പറഞ്ഞിട്ടൊരു ഓഫർ വന്ന സമയത്ത് ഞാൻ സെക്കൻഡ് സർവീസ്, അതായത് ഇപ്പോൾ സെക്കൻഡ് സർവീസിന് പോകുന്ന സമയമാണ്. നമ്മുടെ നിഷാം സാറിനെ വിളിച്ചു. സാറോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ എത്ര രൂപയുടെ ബെനിഫിറ്റാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്, അതൊന്ന് പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സാറ് പറഞ്ഞു, നിങ്ങൾക്കൊരു 8,000 രൂപയുടെ ബെനിഫിറ്റാണ് നൽകാൻ കമ്പനി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് ആ 8,000 രൂപ ഈ 49,500 എന്നുള്ള ഈ വാറൻറ്റി പാക്കേജിൽ കുറച്ച് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓഫ് കോഴ്സ് അത് ഞങ്ങൾ കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ വാറൻറ്റി പാക്കേജിൽ ഒരു 41 ചില്ലറയേ ഉള്ളൂ വന്നിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സെക്കൻഡ് സർവീസിന് ചെറിയൊരു കോസ്റ്റ് ഉണ്ട്. ഓയിൽ ചേഞ്ച് വരുന്നുണ്ട്. ഒരു കൂളൻ്റ് ഓയിൽ ഇലക്ട്രിക് വണ്ടികളിൽ ചേഞ്ചിങ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസ്റ്റിമേറ്റ് അവർ വിളിച്ച് പറഞ്ഞത് എനിക്ക് 1,400 രൂപയുടെ കോസ്റ്റ് വരും സെക്കൻഡ് സർവീസിന് എന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എനിക്കൊരു കോൾ വന്നിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് വീൽ അലൈൻമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ കോസ്റ്റ് വരും. അപ്പോൾ എത്ര വരും എന്ന് ചോദിച്ചപ്പോൾ ഒരു 900 രൂപ വരും എന്ന് പറഞ്ഞു. എന്നാൽ അതുകൂടി ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് കമ്പനിയിൽ ചെന്നിട്ട് ഒരു 2,365 തോന്നുന്നുണ്ട് എനിക്ക് എക്സ്ട്രാ ഒരു പേയ്മെൻറ്റ് സർവീസിന് മാത്രം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് പോകുന്ന അടുത്ത ദിവസം ആയപ്പോഴേക്കും വണ്ടിയിൽ വീണ്ടും TPMS എറർ കാണിച്ചിട്ടുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റത്തിൽ വീലിൽ
കാറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ കുടുങ്ങിയിട്ടുള്ളൊരു അമളി ആലോചിച്ചത്, എന്തിനാണ് ഞാൻ വീൽ അലൈൻമെൻറ്റ് ചെയ്തത്. കമ്പനിയിൽ TPMS എറർ ആൾറെഡി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കമ്പനിയിൽ ഞാൻ വണ്ടി സെക്കൻഡ് സർവീസിന് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പോൾ അവർ വീൽ അലൈൻമെൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ എയർ ചെക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് കൺഫേം അല്ലേ. പുറത്ത് പോയിട്ട് എയർ ചെക്ക് ചെയ്ത സമയത്ത് ബാക്ക് ടയറിൽ കാണിച്ചിട്ടുള്ളത് 24 ടയർ പ്രഷർ, 33 വരേണ്ട കൊടുത്ത്. അപ്പോൾ അവർ ടയർ തൊട്ടിട്ട് തന്നെ അല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വണ്ടി ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഓടുന്നുണ്ട്, ടയറിനൊരു പ്രോബ്ലം ഇല്ല, കറക്റ്റായിട്ട് ഓടുന്നുണ്ട്. അവർ ഫീഡ്ബാക്കിന് എനിക്ക് ഇന്നലെ വിളിച്ച സമയത്ത് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വീൽ അലൈൻമെൻറ്റ് ചെയ്ത വണ്ടിയിൽ ഇപ്പോഴും കാറ്റില്ലാന്ന്. അപ്പോൾ അവർ അതിനെക്കുറിച്ച് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതേപോലെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും അടുത്ത സർവീസ് മുതൽ നമ്മുടെ KVR ആണ് ഈ ഡീലർ. എനിക്കൊന്ന് മാറ്റി പിടിക്കണം. ലെക്സോൺ മലപ്പുറം ഒന്ന് സർവീസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതിൻ്റെ അനുഭവങ്ങൾ ഈ ഭാവിയിൽ ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാം. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റൊക്കെ അടിക്കുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നവരെ I am going to signing off. This is your friend Fasi Muhammad.